ഗായ്സ്, ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട് ഇന്ന് ആക്ച്വലി എനിക്ക് തിരുപ്പൂരിൽ പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് നമുക്ക് അതിൽ ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടേണ്ടത് വെച്ചാൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് പ്ലാറ്റ്ഫോം നമ്പറിൽ 2 പോകണം. ഇത് കണ്ടില്ല എത്ര ക്ലീൻ ആൻഡ് നീറ്റാന്ന് നോക്കി ഇവിടുത്തെ എലിവേറ്റേഴ്സ്. ഈ സെയിം എലിവേറ്റർ ഞാൻ ഡൽഹി മെട്രോയിൽ നിങ്ങളെ കാണിച്ചു. അതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്താ പുച്ഛം തോന്നും. ചെറിയൊരു ഇടവഴിയാണത്. എന്നുവെച്ചാൽ നെക്സ്റ്റ് പ്ലാറ്റ്ഫോം പോകണം. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ. ഇത് കണ്ട, ഇത് തൃശ്ശൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമാണ്. See the cleanliness here. Can't compare this with New Delhi railway station. അന്നിവിടെ ഭയങ്കരമായിട്ട് തീ പിടിച്ചിരുന്നു തൃശ്ശൂർ സ്റ്റേഷനിൽ. അതാണ് ഈ കാണുന്നത്. ഇത് കണ്ട, ഓൾമോസ്റ്റ് 150-200 ബൈക്കറ്റ കത്തിപ്പോയി ഈ ഷെഡിൻ്റെ ഉള്ളിൽ. പോലീസ് ലൈൻ ഡു നോട്ട് ക്രോസ്. ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് തീ പിടിച്ചത്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി തിരുപ്പൂരിലേക്ക് പോണ വഴിയിൽ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും മേടിച്ചില്ല. അങ്ങനെ 2 ബ്രെഡ് അടിച്ചുള്ളൂ. മമ്മി എനിക്ക് ചായ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ബ്രെഡ് അടിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ഉപ്മാവും മേടിച്ചു, ഒരു ചായയും മേടിച്ചു. ഇവിടുന്ന് ഒരു 3 മണിക്കൂറത്തുള്ളൂ തിരുപ്പൂർ. 12 മണിക്കാണ് അവിടെ എത്തും. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടൽ ബുക്കിംഗ് ബേസിക്കലി എക്സിഗോ ആപ്പിൽ നിന്നാണ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു റൂട്ട്. സോ ലെറ്റ്സ് സീ അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പം ഈ എന്നുവെച്ചാൽ സ്ലീപ്പർ ക്ലാസ്സിൽ അതിൽ ട്രാവൽ ചെയ്യുന്നത്. ഇതിൻ്റെ സുഖം വേറെ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ AC ട്രാവൽ ചെയ്യണ പോലെ ഇതിൽ ശരിക്കും നമ്മൾക്ക് ട്രെയിനിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും. യു ക്യാൻ ഫീൽ ദാറ്റ് റിയൽ എനർജി ഓഫ് ട്രെയിൻ. പാളത്തിൻ്റെ ഒച്ചയും എല്ലാത്തിനും. ഐ ആം റിയലി എൻജോയിങ് ദിസ് ട്രിപ്പ്. ഞാൻ അങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടുള്ളൂ, ഒരു ദിവസത്തെ ഡ്രസ്. നമ്മുടെ കേരളത്തിൻ്റെ ബ്യൂട്ടി ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ. ആ ഗ്രീനറിയും നാട്ടുമ്പുറവും ട്രെയിനിൽ കൂടെ കാണുന്ന പറഞ്ഞൊരു സുഖമാണ്. എനിക്കിത് ഈ വിൻഡോ ഉണ്ടല്ലോ, എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പഴയ ട്രെയിനിൻ്റെ ആ വിൻഡോ ആണ് രസം. ഇത് ആക്ച്വലി ഫുള്ള് തുറക്കാനും പറ്റില്ല. നമുക്ക് ആകെ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റേ പഴയ വിൻഡോ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് നല്ല ഒരു വ്യൂവും കിട്ടിയിരുന്നു, കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ഈ വിൻഡോ ആരെ ഡിസൈൻ ചെയ്തെന്ന് അറിഞ്ഞില്ല. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി എ ഫ്ലോപ്പ്. സോ ഐ ഗീവ് ഡൗൺ പോയിന്റ് ഫോർ ദിസ്.
ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ തിരുപ്പൂർ ഇവിടെ ഹോട്ടലിലെത്തി. ഹോട്ടൽ ഓ തിരുപ്പൂരിൽ നിന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷനായി. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ JP ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. എനിക്കൊന്ന് അവരുടെ ഗ്രൂപ്പുള്ള ഹോട്ടൽസിലാണിത്. പക്ഷേ തിരുപ്പൂർ ഓ ഹോട്ടൽ ഓ തിരുപ്പൂർ നിന്ന് അവിടെ പുറത്തേക്കുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു 2 കിലോമീറ്റർ ഇട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് 3.5 കിലോമീറ്റർ. അതിന് വേണ്ടിയിട്ട് ഇവന്മാരെൻ്റെ 200 രൂപ മേടിച്ച്. വേറൊരു വഴിയില്ലാഞ്ഞിട്ടുണ്ട്. കാരണം അവിടുന്ന് വേറെ ഓട്ടോ വരണ്ടായിരുന്നില്ല. എനിവേസ് ഇറ്റ്സ് ഓക്കെ. 200 രൂപയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു എന്ന് വിചാരിക്കാം. കാരണം മീറ്ററൊന്നും ഇവരുടെ ഇവിടെ ഇല്ല. ഇപ്പോൾ വായിൽ പറഞ്ഞനുസരിച്ചിട്ടാണ് ഇവിടെ ബേസിക്കലി തിരുപ്പൂരിലുള്ളത്. അപ്പോൾ ഒറ്റ ഓട്ടോറിക്ഷയിലും മീറ്ററില്ല. ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. ഒരു ഓട്ടോറിക്ഷയിലും ഇവിടെ മീറ്ററില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു വില അനുസരിച്ചിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ ചെറിയൊരു ടൂറൊന്ന് തരാം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഹോട്ടൽ. ഞാൻ വന്നിട്ടൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാഷൊക്കെ ചെയ്തിട്ട് ബാട്ടവലൊക്കെ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ മുറി. ഫോട്ടോയിൽ കാണുന്ന മാതിരി ഒന്നുമല്ല. എന്ന് വെച്ചാൽ അത്രയില്ല. അവർ എന്നോട് ചാർജ് ചെയ്ത് 1042 രൂപയാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫോർ 1 നൈറ്റ് സ്റ്റേ. ഇറ്റ്സ് ഓക്കെ. ഇത് എനിക്കൊന്ന് ഓയോരായിട്ട് ഇവർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓയോ ഹോട്ടൽസിനായിട്ട് ടൈപ്പ് ഉണ്ട്. ബെഡ്ഷീറ്റൊന്നും അത്രയും ക്ലീൻ അല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. പിന്നെ റൂമിൻ്റെ പറഞ്ഞാൽ ഇവിടെ ഒരു ഷെൽഫുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആകെപ്പൊടി പിടിച്ച് ചേർക്കുന്നത്. ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംഫർട്ടബിൾ, ക്വയറ്റ് ഓക്കെ. കണ്ട, ഇത് ആക്ച്വലി അവർ ക്ലീൻ ചെയ്തിട്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊരു ഹോട്ടലിൽ നമ്മൾ നടത്തുമ്പോൾ അവർ നോക്കേണ്ടതാണ്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു ഓപ്പൺ. പിന്നെ ഇത് വാഷ്റൂം, കുഴപ്പമില്ല. ഷവറുണ്ട്. പിന്നെ ഇതുണ്ട്, വലിയ വാഷ്റൂമാണ്. വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റുമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ മുറി. AC ഉണ്ട്. AC ഈസ് കംഫർട്ടബിൾ. ഞാൻ നല്ലോണം കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വാമായതുകൊണ്ട് ഇതുണ്ട്. TV ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടില്ല, ചാനൽസ് ഉണ്ടോയെന്ന്. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടാവണം, ഇല്ലാണ്ടിരിക്കില്ല. കാരണം ഹുവായി ഹയർ TV. വർക്ക് ചെയ്യണില്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. ഓണായി. വളരെ ചെറിയ 32 ഇഞ്ചാ 26 ഇഞ്ചിൻ്റെ TV ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ TV വർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് ടൈം പാസിനൊക്കെ ദിസ് ഓക്കെ. ചാനൽ ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. നോട്ട് അവൈലബിൾ. ഉണ്ട്, ചാനൽ ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ടൈം പാസിന് വേണ്ടിയിട്ട് ഇതൊക്കെ. അപ്പോൾ കാര്യങ്ങൾക്ക് കിടക്കാം. ഞാൻ തിരുപ്പൂർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബിസിനസ് ഉണ്ട് ഇവിടെ. ടീഷർട്ടിൻ്റെ ബിസിനസ് ഉണ്ട്. ഇവിടെ അല്ല, ബേസിക്കലി അവൻ നടത്തണതാണ്. ചെറുതായിട്ട് അവൻ നടത്തണതാണ്. എൻ്റെ സൈഡ് ബിസിനസ് ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നാട്ടിലുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ്, നീ എന്തായാലും നാട്ടിൽ പോകുന്നു, അപ്പോൾ അവിടെ നിന്നും തിരുപ്പൂർ പോകാൻ പറ്റുമോ നോക്ക്, നിനക്കത് ഫീസിബിൾ എന്ന് വെച്ചാൽ നീ പോയിക്കോ. സോ ഇഫ് യു ക്യാൻ ഡു ലോജിസ്റ്റിക്സ് ഫോർ മീ, ഐ വിൽ പേ യു അക്കോർഡിംഗ്ലി. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ വെബ്സൈറ്റും ഇതൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു 2-3 ഇങ്ങനത്തെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടി അഡീഷണൽ പൈസയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടില്ല, അവന് ഇവിടുത്തെ ഇത് അറിയണമായിരുന്നു. കാരണം ഗാർമെൻറ്റ് ഫാക്ടറീസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ടീഷർട്ട്സിൻ്റെ ഹബ്ബാണിത്. അപ്പോൾ ലോകത്തിൽ നൈക്കി, ആഡിഡാസ്, H&M ഇവരൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണത്. ഏറ്റവും കൂടുതൽ ടീഷർട്ട്സും എന്താണ് പറയുക, ഈ നമ്മളുടെ ട്രൗസേഴ്സും പാൻസും എല്ലാതും ഗാർമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തിരുപ്പൂർ ഈസ് ദ ഹബ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ അവനക്ക് വേണമെന്ന് പറഞ്ഞാൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 30, 50 അല്ലെങ്കിൽ 100. കാരണം ഒന്ന് അവനക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ വലിയ ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകും, എന്തായാലും ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആകെ 3 മണിക്കൂറായിട്ടുള്ളൂ ട്രെയിനിൽ. എൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് വന്നത് 169 രൂപ മാത്രമേ ഉള്ളൂ തിരുപ്പൂരിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവാം. അപ്പോൾ ഓൾ എക്സ്പെൻസസ് ആൾ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. എനിക്ക് വരണം, നോക്കണം, കാണണം. ഈ ഒരു എക്സ്പീരിയൻസും കൂടിയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ നമ്മൾ വിടാണ്ടിരിക്കണം. അപ്പോൾ ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. 2-3 ആൾക്കാരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു ഓൾറെഡി. അപ്പോൾ അവർ ഒരാൾ പറഞ്ഞു 4 മണിക്ക് വരാൻ പറഞ്ഞു, ഒരാൾ 5 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ 2 ഫാക്ടറി ചെന്നിട്ട് അവരെ പരിചയപ്പെട്ടിട്ട് അവരുടെ നിന്ന് എനിക്ക് അവരുടെ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ കുറച്ച് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാലും ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. പിന്നെ 2-3 ആൾക്കാരെ ഞാൻ വിളിച്ചിരുന്നു. അവർ എനിക്ക് ഓൺലൈൻ തന്നെ തരാമെന്ന് പറഞ്ഞു. അവർക്ക് കാണാൻ പറ്റില്ല. പിന്നെ ചിലർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ചെയ്യാറില്ല. അവർ 10,000, 20,000, 1 ലക്ഷം പീസ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അവർ 20, 30, 40, 50 ഒന്നും ചെയ്യില്ല.
സോ അത് വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾക്കൊന്ന് പുറത്തിറങ്ങാം, തിരുപ്പൂരിൻ്റെ സ്ട്രീറ്റ്സ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ. ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു ത്രില്ലല്ലേ അല്ലേ, നമ്മുടെ വ്ളോഗും ആവും. കമോൺ. ഇതാണ് ബേസിക്കലി ഞാൻ വന്ന സ്ഥലം. കണ്ട ഹോട്ടൽ ഓ തിരുപ്പൂർ നിയർ റെയിൽവേ സ്റ്റേഷൻ, കമ്പനി സർവീസ്ഡ്. ഇതാണ് ഹോട്ടൽ നമ്മളുടെ. നല്ല വലിയ പാർക്കിംഗ് സ്പേസും ഇതൊക്കെ ഉണ്ട്. മെയിൻ്റനൻസ് എനിക്കൊന്ന് വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. എന്ന് വെച്ചാൽ ഈ പ്രൈസിന് കിട്ടുന്ന വെച്ചാൽ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. എൻ്റെ മക്കളെ ഈ വഴിയിൽ കൂടെ ഒക്കെ വന്നിട്ട് എവിടെയൊക്കെയാണ് ഇവരുടെ ഈ ഫാക്ടറികൾ, ഇവിടെ ഇങ്ങനത്തെ ഇടവഴികളിലൊക്കെയാണ് ഇങ്ങനത്തെ ഫാക്ടറീസൊക്കെ ഉള്ളത്. ഇവിടുന്ന് റൈറ്റ് എന്നാണ് പറയണത്. എൻ്റെ പൊന്നെ അതൊക്കെ പണിയെടുക്കണ്. വീഴാണ്ടിരുന്നാൽ മതി ബാലൻസ് ചെയ്യാൻ. ഇവിടെ കുറച്ച് ഫാഷൻസ് കാണുന്നുണ്ട്. Quality is good. I like it. The knitting and all, everything is done by you only? Knitting we have, printing we have, stitching we have, dyeing we are outsourcing. That's it. The rest is all your in-house. Yeah, rest is all we are doing. So that is why we are. This is at 50 washes, no? 50 washes. 50. 50. What do you call this kind of print? DTF. DTF printing, huh? The machines are also expensive, DTF. Not a problem now. Yeah. For that we have to appoint 2 designer, 1 machine operator. അങ്ങനെ ഗൈസ് നമ്മൾ തിരുപ്പൂർ വിടാനായി. ഇപ്പം ഞാൻ ഹോട്ടൽ വിട്ടിട്ട് ഇവിടെ തിരുപ്പൂർ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യണം. ആ ഹോട്ടലിൻ്റെ സ്ഥിതി നിങ്ങളോട് പറയാറുണ്ട്, ഒന്നും പറയണ്ട. പ്ലഗ് പോയിൻ്റ് വരെ ഇല്ല അവിടെ. എനിക്കൊന്ന് ലോഡ്ജ് മാതിരിയാണ്, ഹോട്ടലല്ല ലോഡ്ജ് മാതിരിയാണ്. പിന്നെ വേറെ മെയിൻ പ്രശ്നം വന്നു പറഞ്ഞാൽ രാവിലെ എനിക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഞാൻ ഇക്സിഗോയിൽ കൂടെ ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതിനുള്ള പൈസ എടുത്തു അവർ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അവർ പറഞ്ഞ് 7 കൊല്ലമായിട്ട് നമ്മൾ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ, അങ്ങനത്തെ ഒരു ഇതില്ലെന്ന്. അപ്പോൾ ലാസ്റ്റ് ലിസ്റ്റിക്ക് പറഞ്ഞ് ഓക്കെ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്യാതെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോള് കാണാനില്ല എനിക്ക് ഈ സ്റ്റേഷനിൽ. ഇത് ചെറിയൊരു സ്റ്റേഷനാണ്. നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യില്ല, ഇതെനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറേ ട്രാവൽ ചെയ്യാണ്ട് ഫ്യൂച്ചറിൽ. എനിക്ക് ഫുള്ള് ഇന്ത്യ നമ്മളുടെ കാണണം കറങ്ങിയിട്ട്. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കും. സോ റിസർച്ചും റിവ്യൂവും ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. ചിലർ ഇതിൻ്റെ നല്ലത്, പക്ഷേ ചിലർ ഇതിനെ പറ്റിയിട്ട് റോങ് റിവ്യൂ അല്ല എന്താ നല്ല റിവ്യൂ ഇടാത്തവരുണ്ട്. അപ്പോൾ ഐ ഷുഡ് ടേക്കൺ എന്ന് വെച്ചാൽ നമ്മൾ റിവ്യൂ എന്തെങ്കിലും തെറ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ we should actually consider that also. Even one review, why was that review like that? അപ്പോൾ ഞാനതിൽ ആകെ 5 റിവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. 5 റിവ്യൂവിൽ ആകെ ഒരു റിവ്യൂ മാത്രം ഇവരെ സർവീസിനെ പറ്റിയിട്ട് പറഞ്ഞു. വിച്ച് വാസ് റിയലി ബാഡ്. വെള്ളം പോലും കിട്ടാനില്ല. കാരണം ബിലീവ് ഇറ്റ്, ഹോട്ടലിൽ വെള്ളമില്ല, പിന്നെ ഹീറ്ററില്ല. രാവിലെ ഞാൻ കുളിച്ചിട്ടില്ല കാരണം ഭയങ്കര തണുപ്പ്. വിശന്നിട്ട് വയ്യ. ഒരു ചായ കിട്ടി. ഇത് എന്ത് ചായ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. പക്ഷേ അടുപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ ഒരു സമോസ, വേറെ ഒന്നും ഇവിടെ കഴിക്കാനില്ല.
എന്ത് റെയിൽവേ സ്റ്റേഷൻ അറിഞ്ഞു നോക്കി. ഓക്കെ അറ്റ്ലീസ്റ്റ് സംതിങ് വിൽ ഗോ ഇൻവെസ്റ്റ്. പിന്നെ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. സമോസ ഭയങ്കര തണുപ്പ്. എനിക്കൊന്ന് 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച സമോസ തന്നെയാണ്. ചായ ഓക്കെ, നോ പ്രോബ്ലം. ഇതേണ്ട ഉണങ്ങിയ സമോസ 15 റുപ്യ ഈ ഒരു സമോസയ്ക്ക്. മോനെ ആ ഒരു സമോസ കഴിച്ച ഒരു സമാധാനം ഒന്നും പറയണ്ട. അപ്പോൾ ബേസിക്കലി നമ്മളുടെ ട്രാവൽ തിരുപ്പൂരിലേക്ക് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ഞാൻ ഇന്നലെ അറ്റ്ലീസ്റ്റ് ഒരു 12-15 ഓൾമോസ്റ്റ് 15 ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് ഇവിടെ വെയർ ഹൗസസിൽ പോയി. ആൻഡ് എന്താണ് പറയുന്നത്, അവർ കുറച്ച് നോളജബിൾ ആയിരുന്നു. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തതാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ടീഷർട്ടിൻ്റെ അവരുടെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഇല്ലേ, GSM മറ്റത് മറിച്ചത് അതൊക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഫുള്ള് പഠിച്ചിട്ട് വന്നത്. അപ്പോൾ കുറേ നോട്ട്സ് എടുക്കാണ്ടായിരുന്നു, ഞാനതൊക്കെ എടുത്തു അവിടെ തന്നെ. ഇനി നോക്കട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വന്നത്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നല്ലതാണല്ലോ. ഈവൻ ഒരു ചെറിയ ഓർഡറിൽ നമ്മൾ എടുത്തിട്ട് ഓൺലൈൻ നമ്മൾക്ക് വിൽക്കണം എന്ന് വെച്ചാൽ വാട്ട് എവർ. സോ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് സ്മോൾ സ്കെയിൽ, വൈ നോട്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ട്രെയിൻ ചെയ്ത് ഇവിടുന്ന് എറണാകുളം എക്സ്പ്രസ് എന്നത് ഞാൻ പോകുന്നത് ഇപ്പോൾ ടു തൃശ്ശൂർ, ഫ്രം തിരുപ്പൂർ ടു തൃശ്ശൂർ. അങ്ങനെ ഗൈസ് നമ്മൾ തിരുപ്പൂർ ട്രിപ്പും കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇറ്റ് വാസ് ടയറിങ്. നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടും എന്താ സംഭവിക്കുന്നത്. നമ്മളുണ്ടല്ലോ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് ബേസിക്കലി. ഇതിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് എന്തിനും പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ട്രിപ്പിൽ കൂടെ ഇതൊക്കെ ചെറിയ ട്രിപ്പാണ്. നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഈ ഹൗ മച്ച് വി ക്യാൻ ടേക്ക് ദി എക്സേർഷൻ. എന്തൊരു രസമാണെന്ന് അറിയാം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ. സോ സൈലൻറ്റ്, സോ കാം ആൻഡ് റിയലി പീസ്ഫുൾ. അപ്പോൾ യെസ് ഗൈസ്, ഈ വ്ളോഗ് എനിക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. ബാക്കി നാളത്തെ വ്ളോഗിലേക്ക് ആക്കാം. കാരണം ഇതിന് എനിക്കിരുന്ന് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് മാത്രമല്ല, എനിക്ക് ആക്ച്വലി വേറെ പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ പണികൾ കുറേ ക്ലയൻസായി ഇന്നലെ മിനിയാന്ന് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ തിരക്കായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആദ്യം അത് തീർത്തിട്ട് വേണം പിന്നെ ഈ വ്ളോഗ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ്ഡ് ദിസ് വ്ളോഗ്. ഇഫ് യു ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ നിങ്ങൾ പുതിയതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ I keep posting videos like this whenever I get time. So please, subscribe, like and comment. അപ്പോൾ കാണാം ഗൈസ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.